ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് മുതലൊരു പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ വേപ്പിൻ്റെ ഇല തൈ കുഴിച്ചിട്ടാലൊക്കെ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ വിത്ത് വീണ് മുളച്ചുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തണ്ട് മുറിച്ചിട്ട് നമ്മൾ കുഴിയിൽ കുഴിച്ചിട്ട് നമ്മൾ ഈ പൂളക്കിഴങ്ങൊക്കെ നടണ മാതിരി നട്ടിട്ട് ഉണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അനുഭവത്തിലുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ ലുലു പോയിട്ട് ഞാനൊരു കുറച്ച് വേപ്പിൻ്റെ വാങ്ങിയ ചെറിയ പൈസയുടെ ചെറിയ പാക്കറ്റിൽ വേപ്പില വാങ്ങി അതിവിടെ കൊടുന്ന് റൂമിൽ കൊടുന്ന് അത് അതിൻ്റെ ഇലക്കെ എടുത്ത് അതിൻ്റെ വേസ്റ്റ് തണ്ട് വലിച്ചെറിയാതെ ഞാൻ എന്ത് ചെയ്ത് ഒന്ന് കുഴിച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ചെറിയ 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 അല്ലറ ചില്ലറ ചെടികൾ ഉള്ളി കുഴിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡെയിലി ഇതിൻ്റെ അപ്ഡേറ്റ് ഇനി അതാണ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് വരാം. ഡെയിലി നമുക്ക് എത്ര വളർന്നു, എങ്ങനെ വളരുന്നു, അതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ചെറിയ വീഡിയോ ആയിട്ട് ഡെയിലി ഇങ്ങനെ വരാം, ചെറിയ വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇതാണ് ആ കൊടുന്ന് കുഴിച്ചിട്ട് തണ്ട്. ഇപ്പം അത് ഇത്രയും മുളച്ച് അമച്ച് നേരെ വന്നിരിക്കുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ നിൽക്കണൊക്കെ നമ്മൾ ചെണ്ടുമല്ലി, അതിൻ്റെ കൂടെ അതും കാണാം നമുക്ക്. അതൊക്കെ മുളച്ച് പൂവൊക്കെ ആകുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മളെ കറ്റാറ് വാഴ, അതേപോലെ തന്നെ ഇതിൽ ഉള്ളി പരീക്ഷണത്തിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി നട്ടിരുന്നു. അത് മുളച്ചിട്ടുണ്ട്. മുളച്ച് ഉള്ളി കിട്ടുമോ ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാമല്ലോ. ഇതൊക്കെ പരീക്ഷണങ്ങളല്ലേ, ഇതൊക്കെ രസമല്ലേ. അതിങ്ങനെ മുളച്ച് പൊന്തി കാണുന്നതൊക്കെ നമുക്ക് മനസ്സിനൊരു ഭയങ്കര റാഹത്താണ്. പച്ചമുളകിൻ്റെ തൈ അത് മുളച്ചിക്കണു. ഇനി ഇതിൽ കുറേ തക്കാളിയൊക്കെ കുഴിച്ചിട്ടുണ്ട്. അതൊക്കെ മുളക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. ഒരു ദിവസം അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇനി നമ്മളെ 10 മണിച്ചെടി അതേപോലെ ഇതിലും വെച്ചതാണ്. പക്ഷേ ഇതിൽ നല്ല ഉണ്ടായ കാരണം മുട്ടത്തോട് ഞാൻ ഇട്ടിരുന്നു. മുട്ടത്തോട് ഇട്ടിട്ട് മുട്ടത്തോട് ഞാൻ കിട്ടുന്ന വേസ്റ്റ് മുട്ടത്തോടൊക്കെ ഇതിലിട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാകണം. അതൊക്കെ നിങ്ങൾക്കൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. പിന്നെ അതുപോലെ നമ്മളെ സൂര്യകാന്തി, ഇതിൻ്റെ അപ്ഡേറ്റും ഉണ്ടാവും. ഇതും വലുതായിട്ട് പൂവൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഡെയിലി നമുക്കിത് എത്ര വളരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഇതെന്തോ ഒരു പുല്ലാണ്, ഇതെന്ത് പുല്ലെന്നാവും. രസം കാണാൻ രസമാണ്. ഒരു കുടയൊക്കെ വിരിച്ച് നിൽക്കുന്ന മാതിരി നല്ല രസമുണ്ട് പൂരത്തിനൊക്കെ കാണുന്നത് അല്ലേ. പിന്നെ അതേപോലെ ഇത് സൂര്യകാന്തിയുടെ ചെറിയതായിട്ടുണ്ടാവില്ലേ, അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ അതിൻ്റെ ഉണ്ടായ വീഡിയോ ഒന്ന് കാണിച്ചു. എൻ്റെ വേറെ വീട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെ വിത്ത് കൊടുന്ന് പാകിയതാണ്. അപ്പോൾ അതും മുളച്ച് സെറ്റാകുമ്പോൾ കാണാം. അതേപോലെ ഇതിലൊക്കെ വിത്ത് പാകിയിട്ടുണ്ട്. അത് നമുക്ക് മുളക്കുമ്പോൾ അതിൻ്റെ ഡെയിലി അപ്ഡേറ്റ് കാണാം. പിന്നെ ഇത് തുളസി, എന്തോ ഒരു തുളസിയാണ്. പിന്നെ ഇത് വെൽവെറ്റ് പൂവാണ്. നല്ല വെൽവെറ്റ് മാതിരി വെള്ളമുണ്ട്, അതിൻ്റെ നീല ഉണ്ടായത് കാണിച്ചിട്ട്. പിന്നെ നമ്മളെ ചെണ്ടുമല്ലി ഉണ്ട്. ഇതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഡെയിലി ഉണ്ടാവും. നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ഫ്രണ്ടാണ് ഇതുകൊണ്ട് ചെണ്ടുമല്ലി. പിന്നെ വെൽവെറ്റ് പൂ പറയുന്നത് ഇതാട്ടോ. ഇത് നല്ല രസം കാണാൻ സാധനം, നല്ല രസമാണ്. ഇതിൻ്റെ ചുവപ്പുണ്ട്, വെള്ളമുണ്ട്. ചുവപ്പ് ഉണ്ടായത് ഉണങ്ങി പോയിക്കും, ഇനി അടുത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിത്ത് വേറെ സൂര്യകാന്തി തന്നെ ചെറിയ ചെറിയ പൂവുണ്ടാകണ വിത്ത് അതിൽ കൂടെ ഒക്കെ പാകിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഡെയിലി അപ്ഡേറ്റ് വരും. നമുക്ക് ഡെയിലി ഒരു പരീക്ഷണം, ഒരു രസമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ കൂടിക്കോളി. ഡെയിലി എൻ്റെ ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്ത് കൂടിക്കോളി. ഡെയിലി ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് രസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം കുറച്ച് ദിവസങ്ങൾ. ഇതൊരു രസം അല്ലേ. ഓക്കെ, ബൈ.